എന്തിനാ വല്യച്ഛ ഇന്ദുവിനോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? അതെ, അവനോട് രഹസ്യം പറയാമെന്ന് വിചാരിച്ചാ. അപ്പൊ വാലെ തൂങ്ങി നീയും കൂടെ കയറി വന്നു. പിന്നെങ്ങനാ? ഓഹോ, ഇപ്പൊ നിങ്ങൾ വല്യച്ഛനും കൊച്ചുമോളും ഒറ്റക്കെട്ട്, നമ്മള് വെറുതെ കാര്യം പുറത്തും. കണ്ടോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തച്ചിലടുത്തേക്ക് കയറി വരാൻ പോണ പെണ്ണാ. എന്നിട്ട് വേണം എന്റെ കൊച്ചുകുഞ്ഞിനെ കൊണ്ട് നല്ല ഇടി ഇടിപ്പിച്ച് നിന്റെ അധികമുള്ള എല്ലാം ഓടിക്കാൻ. ഇടിക്കാൻ ഇങ്ങോട്ട് വന്നാ മതി. എന്റെ കഴുത്തിലോട്ട് താലിയൊന്ന് കേറിക്കോട്ടെ. കൊച്ചുമോനെ കൊണ്ട് ഞാൻ ഇച്ഛ എണ്ണ എഴുതിക്കും. എന്നതാ വലിയ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞേ? നീയേ ആ കഥ അടിച്ച് കുറ്റിയിട്ടേര്. ഞാൻ പറയാൻ പോകുന്ന കാര്യം വീട്ടിൽ ചെന്ന് ശേഖരനോട് വല്ലതും പറഞ്ഞുണ്ടല്ലോ. ഓ, അതെന്ത് കാര്യ? ശേഖരൻ പോലും അറിയാൻ പാടില്ലാത്ത രഹസ്യം. അത് കുറച്ച് രഹസ്യം തന്നെയാ. എന്താ വലിയ കാര്യം? നീ തിരിച്ചു പോകുമ്പോഴേ ആ ഫോൺ ഓഫീസിൽ കയറി ഒരു ഫോൺ ചെയ്യണം. ആർക്ക്? കൊച്ചുകുഞ്ഞിന്. അവനോട് ഇത്തരം വരാൻ പറ, അല്ലാതെ കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല. അയ്യോ, കൊച്ചേട്ടൻ വന്നാ? നീ സമയങ്ങളെ ഒരു കള്ളാസം മേനെ എടുത്തോണ്ട് വാ. അവനോട് പറയാനുള്ള ഞാൻ പറഞ്ഞുതരാം. എഴുതിയെടുത്തൊക്കെ വായിച്ചാ മതി. എടീ ഫോണിൽ കൂടെ. ഹലോ, അതെ പറയൂ. ആ, പേപ്പറും പേന എടുത്തു പറഞ്ഞോളൂ. പ്രിയപ്പെട്ട കൊച്ചേട്ടന്. കുട്ടി, ഞാൻ കൊച്ചുകുഞ്ഞല്ല, ബാലേന്ദ്രനാ. അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇത് എഴുതിയെടുത്തിട്ട് കൊച്ചേട്ടൻ വരുമ്പോ കൊടുത്താ മതി എന്ന് പറഞ്ഞില്ലേ? എന്റെ കുട്ടി, കൊച്ചുകുഞ്ഞിന്റെ അടുത്ത് ഞാൻ വിവരം പറഞ്ഞാ പോരെ? ഈ എഴുത്തുമായനൊക്കെ വേണോ? STD അല്ലേ, കാശ് ഒത്തിരിയാകും. കാശൊക്കെ ഞാൻ കൊടുത്തോളാം. നിങ്ങൾക്ക് ഇപ്പൊ എഴുതിയെടുക്കാൻ പറ്റുമോ? ഓ ഓ ശരി, പറഞ്ഞോളൂ. പ്രിയപ്പെട്ട കൊച്ചേട്ടന് വല്യച്ഛൻ വിക്രമൻ നായർ എഴുതുന്നത്. അല്ല, ഒരു സംശയം. വല്യച്ഛൻ കൊച്ചുകുഞ്ഞിനെ കൊച്ചേട്ടാന്ന് വിളിക്കാ? അയ്യോ അല്ല, കൊച്ചേട്ടനല്ല. പ്രിയപ്പെട്ട കൊച്ചുകുഞ്ഞിന് വല്യച്ഛൻ വിക്രമൻ നായർ എഴുതുന്നത്. ഈ കത്ത് കിട്ടിയാൽ ഉടൻ ഇത്തറ്റം വരണം. എഴുതിയോ? 3-4 ദിവസത്തെ അവധി എടുത്തു പോന്നോളൂ. നീ വന്ന ആ ഷാപ്പുകാരൻ ഉത്തമൻ കള്ളക്കഴിവേറിയുടെ മോന്റെ വായിലെ അണപ്പല്ല് 4 എണ്ണം അടിച്ചു തുപ്പിച്ചാലേ ഈ വല്യച്ഛന് സ്വസ്ഥതയും സമാധാനവും കിട്ടൂ. എന്തായാലും ഈ കത്ത് കിട്ടിയാൽ ഉടൻ നീ വരണം. ഉത്തമ, കൊച്ചുകുഞ്ഞ് കടവത്തെത്തിയിട്ടുണ്ട്. ആര് പറഞ്ഞു? ഞാൻ കണ്ടതാ. നീ പോയിക്കോ. എന്തായിരുന്നല്ലോ ഇവിടെ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്നുമില്ല. നീ എന്റെ വല്യച്ഛനെതിരെ കൈ ഓങ്ങിയോ? 10 കാശ് കിട്ടണ നേരാ. വെറുതെ അലമ്പുണ്ടാക്കാതെ പോ. തച്ചിലെടുത്തുകാരുടെ നേരെ കൈവക്കാൻ ഈ കരയിൽ ആരും വളർന്നിട്ടില്ലടാ. അങ്ങനെ വല്ലവനും വല്ല ഉദ്ദേശം ഉണ്ടവരെ എല്ലാം ഞാനും വരും എന്ന് പറഞ്ഞേക്കും എന്റെ മുതലാളിമാരോട്. നിന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ആ സർക്കിൾ ഇൻസ്പെക്ടർ തലമാറി പോകുന്നവരെ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞല്ലേ നിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയത്?
ആ വണ്ടാനത്തുകാരൻ സർക്കിളിനെ കുത്തിയ കേസ് കീഴ്ക്കോടതി വെറുതെ വിട്ടിട്ട് മേലുപ്പിള്ള അപ്പീലിന് പോകാൻ എന്തുകൊണ്ടാ? വെട്ടിന് വെട്ട് കുത്തിന് കുത്തെന്ന് പറഞ്ഞിട്ടാ. ഇന്നിപ്പോ ഉണ്ടായ പൂല് തന്നെ കേട്ടാ പോലീസ് കൂടോടെ ഇളവും. അതിനിപ്പോ ഞാൻ എന്നാ തെറ്റിയെന്ന് അച്ഛൻ പറയുന്നേ? 2 ദിവസം ലീവ് കിട്ടിയപ്പോ നാട്ടിലറ്റം പോയി വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് കണ്ടുപോയേക്കാവെന്ന് വെച്ചു. അതൊരു തെറ്റാണോ? ലീവോ? ആ, എന്ത് ലീവ്? പൊങ്കാലയുടെ ലീവ്. വണ്ടംമാട്ടിയപ്പോ പൊങ്കാലയുടെ ലീവാ. തമിഴ് പണിക്കാർ മുഴുവൻ നാട്ടിൽ പോയി. അവധിയായിട്ട് നാട്ടിൽ പോകാതെ അവിടെ തന്നെ ചുറ്റിക്കിറങ്ങി എന്നാ വല്ലവർക്കും വല്ല സംശയം തോന്നുമല്ലോ എന്ന് കരുതി പോകുന്നതാ. വോട്ടിയിരുന്നപ്പോഴാണ് നമ്മുടെ ചുണ്ടം മുക്കിയതും വെല്ലത്തിന് തല്ലാറുങ്ങിയതൊക്കെ അറിഞ്ഞത്. എന്നാ പിന്നെ അതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിഞ്ഞു പോയേക്കാവെന്ന് വെച്ചു. അല്ല, അതെങ്ങനെയാടാ ഇപ്പൊ അവിടെ പൊങ്കാല വരുന്നത്? കഴിഞ്ഞ ആഴ്ച ഞാനും കമലഹാസോട് വന്നപ്പോ വണ്ടം വീട്ടിൽ പൊങ്കാലയായിരുന്നല്ലോ. അയ്യേ, അത് കൊച്ചു പൊങ്കാല. വണ്ടംപെട്ടി വലിയ പൊങ്കാലുണ്ട്, കൊച്ചു പൊങ്കാലുണ്ട്. അന്നത് കൊച്ചു പൊങ്കാല, ഇപ്പൊ വലിയ പൊങ്കാല. കണ്ടോ കണ്ടോ? വേണ്ട 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 വേണ്ട, കൂടുതൽ വിസ്തരിക്കൊന്നും വേണ്ട. ആട്ടെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിന്നെ അറിയിച്ചത് ആരാ? പറയടാ, ആരാ? അവനായിരിക്കും ആ നിൽക്കുന്നവൻ. എന്റെ ഈശ്വര, ഞാൻ മനസ്സാ വാച അറിഞ്ഞതല്ല. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമിയാണേ സത്യം, ഞാനല്ല. തേവരെ പിടിച്ച് കള്ളസത്യം ചെയ്യുന്നു അടിക്കാൻ. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് കുഞ്ചുക്കണിയാരോടെ പോയി പ്രശ്നം വെപ്പിക്കാം. അപ്പൊ അറിയാലോ ആരാ വിളിപ്പിച്ചതെന്ന്. അതെ, എന്താച്ചാ? ഓ, ഇനി പ്രശ്നമൊക്കെ വെപ്പിക്കാൻ. എന്താ ഇപ്പൊ തന്നെ പോയി കിടന്നു നീയും പോ. ഓ, ഓരോരോ വേണ്ടുവേലായികളെ ആരാ ഈ വിശേഷങ്ങളൊക്കെ അറിയിക്കുന്ന ഞാൻ ആലോചിക്കണേ. എന്തുവാടാ? നമുക്ക് നാട്ടുകാരോട് പിരിക്കാം. പുതിയ തച്ചിലെടുത്ത് ചുണ്ടൻ വാങ്ങാനാന്ന് പറഞ്ഞാൽ ആരാ കാശ് തരാത്തത്? പിന്നെ നാട്ടുകാർ അട്ടിയിട്ട് വെച്ചിരിക്കല്ലേ തച്ചിലെടുത്ത് ചുണ്ടൻ വാങ്ങാൻ. നീ നിന്റെ പാട് നോക്കണം. എന്നാടാ രണ്ടും കൂടെ തെറ്റുകൂടി ഇവിടെ? വണ്ടംപെട്ടി പോയിട്ട് കുറെ നാളായില്ലേ, നാട്ടിലെ വിശേഷമൊക്കെ ചോദിച്ചറിയാൻ. വലിയ ഉറങ്ങുന്നില്ലേ? ആ, ഉറങ്ങാം. എടാ മോനെ, നീ അവനോട് ശരിക്കും മേളിച്ചോ? പിന്നെ വെല്ലത്തിനെ കൈവച്ചവനെ ഞാൻ വെറുതെ വിടുവോ? ഞാനാരും നീ മൊത്തം എത്ര അടി കൊടുത്തു കാണും? അതിപ്പോ എണ്ണം പറഞ്ഞോ, ഒരു ഏകദേശം ചെറുതും വലുതുമായിട്ട് ഒരു 10-25 കൊടുത്തു കാണും. അത് ധാരാളം മതി. അതിൽ കൂടത്തേ ഉള്ളൂ. സമയം കുറെ ആയാലോടാ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. പോടാ, ഞാൻ പോവാൻ പോവും ചേട്ടാ. ഗുഡ് നൈറ്റ്. എന്റെ അമ്മയുടെ ഗുഡ് നൈറ്റ്. എടാ പിന്നെ നിന്നെ ഞാനാ വിളിപ്പിച്ചെന്ന് വല്ലവർക്കും സംശയമുണ്ടോ? എവിടെ? അത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത്ര വിട്ട കൊണ്ട് പറയണ്ട കേട്ടോ. അവിടെ വരുമ്പോ അങ്ങോട്ട് തേക്കണം. കൊച്ചൂഞ്ഞിത് എപ്പോ എത്തി? ഇന്നലെ വൈകിട്ട് വന്ന വിവരം പറഞ്ഞ ഞാനൊരുത്തരെ അങ്ങോട്ട് അയച്ചിരുന്നല്ലോ. അവിടെ എത്തിയില്ലേ അവൻ? എടോ വക്കീലേ, കൊച്ചുകുഞ്ഞ് ഒരുത്തനെയും പേടിച്ചിട്ടോ ഭയന്നിട്ടോ അല്ല വണ്ടമേട്ടി പോയത്. തല്ലണോന്ന് വന്നാ കൊച്ചുകുഞ്ഞ് നേരവും കാലവും മുൻകൂട്ടി പറഞ്ഞിട്ട് വന്നതല്ലോ. അതെനിക്കറിയാമല്ലോ. സർക്കിളിന്റെ അല്ല, ഐജിയുടെ അമ്മായിയപ്പനാണെന്ന് പറഞ്ഞാലും കൊച്ചുകുഞ്ഞിനൊരു പുല്ലുമില്ല. പുല്ലാണോ കച്ചിയാണോ നമുക്ക് കാണാം. നീ എന്നാ കാണിക്കാനാടാ? നീ ചെന്ന് നിന്റെ പെങ്ങളെ കെട്ടിയവനോട് വരാൻ പറ, സർക്കിൾ സാറിനോട്. അവൻ കാണിക്കാം. എന്നാ വരട്ടോ. കൊച്ചുകുഞ്ഞിനി എങ്ങും പോണില്ല, ഇവിടെ തന്നെ കാണും. പറഞ്ഞേക്കെല്ലാരോടും. ഒരസാൻ പോണ്ട. അവന്റെ പള്ള വീർത്തിരിക്കുന്ന കണ്ടോ? തോക്ക. വണ്ടമേട്ടിന്ന് ആരുടെയോ കയ്യിൽ നിന്ന് ലൈസൻസ് ഇല്ലാത്തൊരു തോക്കുമായിട്ടാവും വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സിനിമയിലെ സുരേഷ് ഗോപിയുടെ അടുത്ത് കാണുന്ന അതേ തോക്ക് തന്നെയല്ലേ? ഇതിൽ എത്ര ഉണ്ടുണ്ടാവും കൊച്ചട്ടാ? 3-4 കാണും. ഉത്തമൻ മുരളി വക്കീൽ വേലുപ്പിള്ള ചാക്കോച്ചി. അപ്പൊ ഒന്ന് ബാക്കിയുണ്ടല്ലോ. അത് നീ കൊണ്ട് ചുട്ടു തന്നെ. എടീ, ഇത് കണ്ടോ? നീ വലിയ കളി കളിച്ചാലുണ്ടല്ലോ, നിന്നെയും നിന്റെ തന്തയും എപ്പോ തരുവടി ബാക്കി? എന്റെ ബാക്കി കാശ്, സ്ത്രീധന കാശ്. ഇത് എന്നത്തിന്റെ കേടാ? എന്റെ കാഞ്ചിയെ പിടിച്ച് വലിക്കാതെ പൊട്ടും. റാഞ്ചി? റാഞ്ചി അല്ല, കാഞ്ചി. അയ്യോ, അത് നമ്മുടെ പട്ടപ്പാക്കന്റെ പെങ്ങളെ പേരല്ലേ? അപ്പൊ ഇതാണല്ലേ കാഞ്ചി? ഈ സവാള മുറിച്ചത് ഇത്രയും മതിയോ ചേച്ചി? ആരാ ഇപ്പൊ വരുന്നത്? പെരുന്നയിൽ നിന്ന് പേരമ്മയും സതീശനും ഒക്കെ. അവര് മണ്ണാർശാലയിൽ പോയിട്ട് വരുന്ന വഴിയാ. ഇതെന്താടി പാത്രം ഭരണിയൊക്കെ ആയിട്ട്? പഴമാങ്ങ അച്ചാറാ, അമ്മ തന്നു വിട്ടതാ വല്യച്ഛനായിട്ട്. വല്യച്ഛനായിട്ട്? ഇവിടെ പഴമാങ്ങ അച്ചാർ ഇഷ്ടമുള്ള ആൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പോ ചേച്ചി അവിടുന്ന്.
വണ്ടമേട്ടിലെ തോട്ടം നോട്ടവും നടത്തിയപ്പോൾ നിർത്തി ഇവനിനി ഇവിടെ കൂടുവാണെങ്കിൽ പിന്നെ എന്തിനാ ഇത് വെച്ച് താമസിപ്പിക്കുന്നത്? ഈശ്വരിക്കും സഹായത്തിന് ഒരാളാകുമല്ലോ. അതിലൊരു പ്രശ്നമുണ്ട് കാനാണ് നായരെ. ഇവന് കൊച്ചുനാളി പനിയായിട്ട് കിടന്നപ്പോ ഇവന്റെ അച്ഛൻ വാസുകൂട്ടിനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. ഇവന്റെ കല്യാണത്തിന് മുമ്പ് ഈ വെളിയനാട് പോലീസ് സ്റ്റേഷനിൽ 250 തല്ലുകേസിൽ പ്രതിയാക്കിക്കോളാം. 200 എണ്ണം തികഞ്ഞു. ഇനി ഒരു 50 എണ്ണം കൂടെ ആയി കിട്ടണം. 200 ആയെങ്കിൽ പിന്നിന് തന്നെ കൊച്ചുകുഞ്ഞ് മനസ്സ് വെച്ച ഒരാഴ്ച കൊണ്ട് ബാക്കി 50 കൂടി തേക്കാം. എടി കൊച്ചേ, ഇവര് പറയുന്നൊന്നും കാര്യാക്കണ്ട. വീട്ടിൽ ചെന്ന് നിന്റെ അച്ഛൻ ശേഖരനോട് പറ, ഇത്തറ്റം വന്ന് ഈ ചിങ്ങറ്റ് നല്ലൊരു മുഹൂർത്തം നോക്കാൻ. ഇവനിങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാവില്ല. ചേച്ചി ഞാൻ പോവാ. എടാ കൊച്ചുകുഞ്ഞ്, നല്ല ഐശ്വര്യമുള്ള പെണ്ണ. നീ ഇങ്ങനെ കാള കളിച്ച് നടന്ന അതിന് ആമ്പിള്ളേര് കൊണ്ടുപോകും. അങ്ങനൊന്നും സംഭവിക്കുകയില്ല. അവിടെ ജാതകത്തില് 22ാമത്തെ വയസ്സ് വലിയൊരു ആപത്തുണ്ടാകുന്നുണ്ട്. അയ്യോ, അതെന്താ? ഇവനുമായിട്ടുള്ള കല്യാണം. അല്ലാതെന്താ? വിക്രമൻ കുഞ്ഞെ അധികം ഷൈൻ ചെയ്യില്ല കേട്ടാ. അയ്യോ, ആ നീ പറഞ്ഞ ബുക്ക് ഇതാണെന്ന് നോക്കുമോളെ. കുഞ്ഞെപ്പോ ഒന്നും ആലപ്പുഴന്ന്? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്നാ പിന്നെ ബാമേ, ഞാൻ ഇഞ്ചന്തറ വരെ പോയി മടയൊക്കെ തുറന്ന് ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം. ഓ, വെളിച്ചം വല്ല എടുത്തോ നായരെ, ഇഴജന്തുക്കൾ ഇറങ്ങുന്ന സമയ. അതൊക്കെ ഇപ്പൊ ഒരു ശീലായേ. തച്ചിലടുത്ത് എന്തുണ്ട് വിശേഷം? കൊച്ചുഞ്ഞു വന്നിട്ട്? കൊച്ചുഞ്ഞിന്റെ കല്യാണം ഉടനെ ഉണ്ടെന്ന് കേട്ടു. എല്ലാരും നിർബന്ധിക്കുന്നുണ്ട്. അവൻ ഒരുമാതിരി അയഞ്ഞ കമ്പിളിയായിട്ട് അങ്ങനെ. ഇനി അവൻ ആ പെണ്ണോട് വല്ല ഇഷ്ടക്കുറവും. കൊച്ചുഞ്ഞു ഉഷയെന്ന് പറഞ്ഞ ചാവും, അത്രയ്ക്ക് ഇഷ്ടാ. അവൻ അച്ഛന്റെ മോന. ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ചാകുമെന്ന് പറഞ്ഞ ചാകും.